ഹായ് ഫ്രണ്ട്സ്, ബി4 ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തരംമാറ്റ അപേക്ഷകളുടെ സ്റ്റാറ്റസ് ഏറ്റവും വേഗത്തിൽ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനെ ആദ്യം നിങ്ങളുടെ ഫോൺ എടുക്കുക. ആ ഫോണിൽ സെർച്ച് ബാറിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ വന്നു. ഇങ്ങനെ ഇന്റർഫേസ് വരുമ്പോൾ നമുക്കിവിടെ വലതുവശത്തായിട്ട് കാണാം, ഇവിടെ വലതുവശത്തായിട്ട് കാണാം ഒരു മെനു ബാർ. ആ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു. ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സിറ്റിസൺ രജിസ്ട്രേഷൻ ഉണ്ട്, സിറ്റിസൺ ലോഗിൻ ഉണ്ട്, ഓഫീസ് ലോഗിൻ ഉണ്ട്. നമുക്ക് ഇതൊന്നും വേണ്ട. ഇപ്പം നമുക്ക് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി നമ്മളിപ്പം കൃത്യമായിട്ട് ഈ സിറ്റിസൺ ലോഗിനോ രജിസ്ട്രേഷനോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഈ താഴെ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്. ഈ വെരിഫൈ ലാൻഡിൻ്റെ താഴെയായിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് മാറി. ഇവിടെ നമ്മുടെ ഈ സർവീസ് എന്ന് എഴുതിയെടുത്ത് ഇവിടെ സെലക്ട് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് അവിടെ ഒന്ന് ആ കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഇപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻ വരും. തണ്ടപ്പേർ പകർപ്പ്, ലൊക്കേഷൻ മാപ്പ്, തരം മാറ്റം, FMB, EBTR. നമ്മളിങ്ങനെ അപേക്ഷ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അപേക്ഷകളുടെ എല്ലാം നമുക്ക് റിപ്പോർട്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാനിവിടെ തരംമാറ്റമാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ തരംമാറ്റം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ കൊടുത്തത് ആ ആപ്ലിക്കേഷൻ, ഈ തരംമാറ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ആദ്യം ഒരൊക്കെ, അത് കഴിഞ്ഞിട്ട് /ഇട്ട് ഇയർ, പിന്നീട് നമ്പർ, അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞാൻ ഒരു നമ്പർ ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഗെറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ ആപ്ലിക്കേഷൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റസ് ആണ് നിങ്ങൾക്ക് ഈ കാണാൻ കഴിയുന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഉണ്ട്, അവിടെ തന്നെ സർവീസ് ഉണ്ട്, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, അതുപോലെ ആപ്ലിക്കൻ്റ് നെയിം കിടപ്പുണ്ട്, അപ്ലൈഡ് യൂസർ ഉണ്ട്, അപ്ലൈഡ് ഓൺ ഉണ്ട്, അതുപോലെ തന്നെ പ്രയോറിറ്റി ഉണ്ട്, ഡേറ്റ് ഓഫ് പ്രയോറിറ്റി ഉണ്ട്, അതിന് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടുന്ന് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കൃത്യമായിട്ട് അറിയാം. അതിവിടെയാണ്, ഏത് ഓഫീസിലാണ് കിടക്കുന്നത്, ഇപ്പം ഏത് RD ഓഫീസിലാണോ കിടക്കുന്നത്, അതോ നമുക്ക് താലൂക്ക് ഓഫീസിലാണോ വില്ലേജ് ഓഫീസിലാണോ എന്ന് കൃത്യമായിട്ട് അറിയാം. അഥവാ RD ഓഫീസിലാണെങ്കിൽ ഏത് സ്റ്റാഫിൻ്റെ അടുത്താണ്, ആ സ്റ്റാഫിൻ്റെ ഫോൺ നമ്പർ സഹിതം നമുക്കിതിലൂടെ അറിയാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ തരംമാറ്റം എന്ന ഈ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.